കൊച്ചി അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീടുകളിൽ അഭയം തേടിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. കൊച്ചി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നാണ് ഇവർക്ക് വീടുകൾ വിട്ടുപോകേണ്ടി വന്നത്. വാസയോഗ്യമല്ലാത്ത സ്ഥലം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ഞങ്ങളെ വാടകക്കാർ ഇറക്കി വിടുന്ന ഒരു അവസ്ഥയായിട്ട് എത്തിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ പാവപ്പെട്ട ആളുകളാണ്. ഞാൻ അതേപോലെ തന്നെ ഈ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പെൻഷനായ ആൾക്കാരാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഇവിടെ. ഒറ്റ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ ആരും ഇവിടെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഞങ്ങൾക്ക് വാടക കുടിശ്ശിക തീർത്ത് ഞങ്ങളുടെ സ്ഥലം എന്ന് KSWMB ഒഴിപ്പിക്കുന്നു അന്ന് വരെ വാടക തരാനുള്ള ഒരു സംവിധാനം BPCL ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2025 ജൂലൈ 8 വൈകുന്നേരമാണ് അയ്യൻകുഴിക്ക് സമീപമുള്ള BPCL റിഫൈനറിയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് വിഷപ്പുക നിറയുകയും ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതോടെയാണ് പ്രദേശത്ത് നിന്ന് 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. ആദ്യം ഇവർക്ക് 5 മാസത്തെ വീട്ടുവാടക BPCL അധികൃതർ നൽകിയിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ കമ്പനി വാടക നൽകാതായതോടെ കുടുംബങ്ങൾ ദുരിതത്തിലായി. പ്രദേശം മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനകളിൽ വ്യക്തമായിരുന്നു. ചുമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത്ര സമയത്തേക്ക് നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പൾമോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ശ്വാസകോശം ചുരുങ്ങുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു ഭാഗമായിട്ടാണ് ഈ അടുത്തിടയ്ക്ക് പൊട്ടിത്തെറി ഉണ്ടാവുകയും ആ പൊട്ടിത്തെറിയിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇനി ഒരിക്കലും നിങ്ങളിവിടെ താമസിക്കാൻ പാടില്ല എന്ന് എഴുതി കൃത്യമായിട്ട് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറി താമസിക്കുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് ഞങ്ങൾക്ക് ഈ മാറി താമസിക്കുന്നതിനുള്ള വാടക ആര് തരും? കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കാമെന്ന് കഴിഞ്ഞ സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. സ്ഥലമെടുപ്പിന്റെ പ്രാരംഭ നടപടികളും തുടങ്ങി. പുതിയ സർക്കാർ സ്ഥലമേറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി നഷ്ടപരിഹാരം അനുവദിച്ചു നൽകണമെന്നാണ് അയ്യൻകുഴിക്കാരുടെ ആവശ്യം. സ്ഥലം ഏറ്റെടുക്കുന്നത് വരെയുള്ള വാടക തന്ന് ഞങ്ങൾ ഇവിടെയുള്ള ആളുകളെ സഹായിക്കാൻ ഒരു സന്മനസ് റിഫൈനറിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലെടുക്കാൻ വയ്യാത്ത കാരണം നമുക്ക് എന്നും മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം ഈ റിഫൈനറി മാനേജ്മെൻറ്റ് തന്നെയാണ്. അത് ഈ റിഫൈനറി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ആണ്. ഇപ്പോൾ താമസിക്കുന്ന വീടുകൾക്ക് വാടക നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. ന്യൂസ് മലയാളം, കൊച്ചി.